അച്ചോട്ടാ ഇന്ന് പപ്പക്കൊരു സർപ്രൈസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടല്ലേ അച്ചോട്ടാ? എന്നാ സർപ്രൈസ്? ആ കണ്ണുകൂട്ടടാ. കണ്ണുകൂട്ടി കണ്ണുകൂട്ടിയ പപ്പക്ക് ഇതെല്ലാം കാണുവാ. പപ്പ കണ്ണുകൂട്ടി. പപ്പ ഇത് ക്യാമറയിൽ മാത്രമേ നോക്കുള്ളൂ. ആ ഇടുക്ക ഇനി കണ്ണുകൂട്ടിയാ? ആ എന്താ എടുത്തു? ആട കള്ള മെഡൽ കിട്ടി എന്റെ മോക്ക്. ഇത് എന്തിനുള്ള? 2 മെഡൽ ഉണ്ട്. ഇത് എന്തിനുള്ളതാന്ന് മോളെ? എന്തെല്ലാം പരിപാടി കാണുന്നുണ്ട് മോള് മത്സരിച്ച? എന്നിട്ട് 2 ഉള്ളൂ ഇത്ര പാടനത്തിന് മത്സരിച്ചിട്ട്? ഇനിയുണ്ടാ? എന്നാ കാണിച്ച. എന്നാ പിന്നെ പപ്പ പറഞ്ഞ പപ്പ കണ്ണുകുട്ടിയുടെ നിക്കാം. എൻ്റെ മോളെ മെഡലോ കേട്ടെ. ഇത് സർപ്രൈസ് ഒന്നും മറ്റവള് കാണിച്ചു തന്നെ അതേട്ടാ. മറ്റേ തൊപ്പി മാറ്റില്ല പരിപാടിക്കാരന് കിട്ടിയതാന്നേ. അപ്പൊ അടുത്ത സർപ്രൈസും കൊണ്ട് മോള് വരുന്നുണ്ടേ. അടുത്ത സർപ്രൈസ് ഓടോ ഇതുണ്ടാ? ഇത് അടിപൊളിയാന്നല്ല കണ്ട് പപ്പ കണ്ട്. എമ്പടാ ഇപ്പൊ സമ്മാനല്ല, നല്ല ടോപ്പ് സമ്മാനാന്നല്ല. വെള്ളം കുടിക്കാൻ ഗ്ലാസ്സുമായി അല്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇതാ വേറെ പാത്രം. അടിപൊളിയാന്നല്ല. അപ്പൊ ഇത് ഏതിന്റെ എല്ലാം സമ്മാനാന്ന് പറഞ്ഞിട്ടെ മോള്? എല്ലാം ഉണ്ട് എന്റെ മോളല്ലേ. എന്തായാലും സമ്മാനം ഇതാ 4 സമ്മാനം കിട്ടില്ല എന്റെ മോക്ക്. എന്റെ അമ്മോ, ഈ മെഡൽ എന്താ ഗോൾഡാന്ന് അച്ചു? ഗോൾഡ് മെഡലാ? അതെയാ? എന്നാ പപ്പക്ക് തന്നെ, പപ്പ ജ്വല്ലറിയിൽ വെക്കാം. ഗോൾഡ് അല്ലേ, നമുക്ക് വിറ്റ് പൈസ കൂടെ, എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോവല്ല. നമുക്ക് സമ്മാനം വാങ്ങിയത് വിറ്റിട്ട് ഒന്നും ഐഡിയ. സ്വർണം വിറ്റാ കൊറേ പൈസ കിട്ടൂലേ, നമുക്ക് സമ്മാനം വാങ്ങാം. സൂക്ഷിച്ചു വെക്കണാ? എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? നമുക്ക് വിറ്റ് പൈസ ആക്കാൻ അച്ചു. വേണ്ട? ശരി, എന്നാ മമ്മി വന്നിട്ട് തീരുമാനിക്കാം അല്ലേ? ശരി, എന്നാ പിന്നെ മമ്മി വരട്ടെ. ഏതായാലും പിന്നെ പപ്പ ഭക്ഷണം കഴിക്കട്ടെ. ഇനി ബാക്കി വീഡിയോ മമ്മി വന്നിട്ട് അല്ലേ? മമ്മിക്ക് സർപ്രൈസ് ആക്കണ്ട ഇതുപോലെ അല്ലേ അച്ചു? ശരി, എന്നാ പിന്നെ ഇല്ല പപ്പ പറയൊന്നുമില്ല. മോളൊരു സർപ്രൈസ് ഉണ്ട് ഇന്ന്. എടാ അച്ചു, സർപ്രൈസ് വെച്ച സ്ഥലം മറന്നുപോയാ വയ്യ. ആയാ വിളിക്കാനായാ? സുദീപാ, സുധിയാ കണ്ണു കൂട്ടിട്ട് വരണോ? ചെല്ലു. ഇങ്ങോട്ട് പാ. സർപ്രൈസ് കണ്ടോ? എടുത്തു. കട്ടിന്റെ ഉള്ളിൽ അത് ഒളിപ്പി ചോദിച്ചിട്ടെ മോള്. മെഡല പോലും, മെഡല് ഗോൾഡ് മെഡൽ എന്നാ പറഞ്ഞേ. പിന്നെ തൊപ്പി, കസാരക്കളി, എടുത്തിട്ട് കണ്ണുവിട്ടു മമ്മി. അടുത്ത സർപ്രൈസ് വരുന്നുണ്ടേ. ഈ ട്രോഫി എല്ലാം പോയിട്ടാ. ഇപ്പൊ ഇതാന്ന് ഇത് വല്ല ഉപകാരമാവല്ല. ട്രോഫി വെറുതെ ഷോക്കേസിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അച്ചു. അച്ഛന്റെ സ്വർണത്തിന്റെ മെഡല് പപ്പക്ക് തരും ഒരുക്കിയിട്ട് ആഭരണാക്കിന്റെ ജ്വല്ലറിയിലൊക്കെ. മമ്മി വന്നിട്ടാകുമ്പോ തീരുമാനിക്കാന്നല്ലേ പറഞ്ഞേ? എന്താ വേണ്ടേ? ഇത് സൂക്ഷിച്ചു വെക്കാനാവല്ലോ. ഇത് ഒരുക്കിയിട്ട് ഇതിനെ കൊണ്ട് നല്ലൊരു മാലയാക്കാം മമ്മി. ഇങ്ങനെ ഇട്ടിട്ട് പോട്ടെ. ട്രോഫി മാല ഇതെല്ലാം ഇട്ടിട്ട് ആരെങ്കിലും പോവാ വച്ചു. നമുക്ക് ഈ ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, ഇത് കണ്ടാ? ഈ ഗോൾഡ് മെഡൽ ഉരുക്കിയിട്ട് ഇതിനെ കൊണ്ട് മമ്മിക്കൊരു മാല, അച്ചുവിനൊരു മാല, ഏച്ചിക്ക് ഏട്ടന് പപ്പക്കെല്ലാം ഓരോ മാലയാക്കിയല്ലോ. മോക്ക് മാലയാക്കി തരില്ല പിന്നെന്താ? അതെടുത്തോ. ഈ ഒന്നിനെ കൊണ്ട് നമുക്ക് മാലയാക്കാം. എന്തായാലും സന്തോഷായില്ലേ അച്ഛന്? ഇത്ര വലിയ മെഡൽ കിട്ടിയിട്ട്. അച്ഛനൊന്ന് അഭിപ്രായം പറയാനുള്ളതിനെ പറ്റി, മെഡൽ കിട്ടിയതിനെ പറ്റി എന്താ പറയാനുള്ളത്?
എന്നാലും ഇനി വലിയ മെഡൽ വാങ്ങുമോ ഇതിനെ കട്ടിയോ? അടുത്ത മത്സരത്തിനും കൂടും അല്ലേ? ഇനി ഏട്ടന്റെ ചേച്ചിന്റെ സ്കൂളിലല്ലേ പോന്നു? അവിടെ മത്സരത്തിന് നമ്മുടെ ഫസ്റ്റ് വാങ്ങും. വെരി ഗുഡ് വെരി ഗുഡ്. ശരി എന്നാ പിന്നെ പപ്പക്ക് ഷോപ്പിൽ പോകാൻ സമയം. എന്നാ പിന്നെ പപ്പ പൊട്ടെ മോളെ. ശരി, അപ്പൊ ഞാൻ ഇതാ ഷോപ്പിലേക്ക് പോകാൻ പോന്നേ. ഇതാ നമ്മളെ മെഡൽ റാണിയുണ്ട്. പപ്പേനെ യാത്രയാക്കാൻ വേണ്ടി വന്നിട്ടല്ലേ അച്ഛോ? ഇന്ന് ഷോപ്പിലെ സ്റ്റാഫിന്റെ ബുള്ളറ്റ് എടുത്തിട്ടാ വന്നത് കേട്ടോ. ശ്രുതിക്ക് ഇത് ഭയങ്കര ഇഷ്ടല്ലേ ബുള്ളറ്റ്? ശ്രുതി കൊറേ വരുന്നത് ചോട്ടാ ബുള്ളറ്റ് പോകുന്ന വീഡിയോ ഒന്നും ചെയ്യണമെന്നും പറഞ്ഞല്ലേ ശ്രുതി? അപ്പൊ നമുക്ക് ബുള്ളറ്റ് വാങ്ങിക്കാൻ വേണ്ടി എനക്കത് ഇഷ്ടല്ല കേട്ടാ. ബുള്ളറ്റില് യാത്ര ചെയ്ത് പയ്യെ തിരിച്ചെത്തുമ്പോഴത്തേക്കുണ്ടല്ല മഴ പെയ്ത് ചോർന്ന പോലെ ഇത് ഓഫ് ആക്കുമ്പോഴത്തേക്ക് ഇത് ഒച്ചയും കെട്ടന്നെ പോണ്ടേ. അല്ല ആൾക്ക് മെഡൽ റാണിക്ക് വാ എടുത്ത. അപ്പൊ നോക്കിയാ 1 2 3 4 സമ്മാനാന്ന് എന്റെ മൂക്ക് കിട്ടിയല്ലേ അച്ചു? ശ്രുതി നിനക്ക് ചെറുപ്പത്തിൽ കുറെ സമ്മാനം കിട്ടീനാ? അത് നിന്റെ അനിയന്റെ അല്ലേ? അങ്ങനെ നിന്റെ കുറെ സമ്മാനം ഉണ്ടാ? അപ്പൊ ഓരോ കഴിവ് കൂടുതൽ ഇതാ. അതുപോലെ തന്നെയാണ് മക്കളെ. ആ മോളെ സമ്മാനം എല്ലാവരും കണ്ടല്ലേ നേരത്തെ? ഉള്ളു കാണിച്ചു. ഇതാ ഇവള് പറയുന്ന കേട്ടില്ലേ കുറെ സമ്മാനത്തിന്റെ കഥ. എനിക്ക് തോന്നുന്നു ഇവളെക്കാട്ടും വലിയ റെക്കോർഡ് എനക്കുണ്ട്. എന്താണെന്നറിയുക, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നറിയുക, ഒരു സമ്മാനം, ഒരു ട്രോഫി, ഒരു മെഡൽ, ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് സ്വന്തമായിട്ടില്ല. ഞാൻ ഇതിലൊന്നിലും പങ്കെടുക്കലുമില്ല. എനിക്ക് തോക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നമ്മള് അതുപോലെ ഭയങ്കര ചമ്മലാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിൽക്കല്. നാടകമായാലും അഭിനയമായാലും ഇനി ഇതാ ഓട്ടായാലും ഇങ്ങനത്തെ പരിപാടി എല്ലാവരൊക്കെ ഭയങ്കര ചമ്മലായതുകൊണ്ട് ഞാൻ നിൽക്കലേ ഇല്ല. നമുക്ക് മറ്റുള്ളവർ മത്സരിക്കാനുള്ള മനക്കരുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടി നമുക്കില്ല. പിന്നെ തോക്കുമ്പോൾ ഭയങ്കര സങ്കടം. അതുകൊണ്ട് നിൽക്കുള്ളൂ, ജയിക്കുന്ന കളിക്ക് മാത്രം. എന്തായാലും മക്കൾ ഇതാ പപ്പേനെ കടത്തി വിട്ടിട്ട് ഇതാ മെഡലുമായി ഇതാ ചെറുപ്പത്തിലെ മെഡൽ വാങ്ങി കൂട്ടുന്നുണ്ട്. മമ്മിയും കുറെ മെഡൽ വാങ്ങി കൂട്ടുന്നു. അപ്പൊ ഇവരെ പാരമ്പര്യം അങ്ങനെയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ വെച്ചതാ നമ്മളെ മോക്ക് സമ്മാനം കിട്ടിയതിന്റെ വിശേഷങ്ങളാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കലോ അമ്മേ? ഹാപ്പി. ശരി, അതല്ല പിന്നെ ഓക്കെ ബൈ.